ഇനി ഇതാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ആയിരുന്നു ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ ഈ സസ്പെൻഷന് പിന്നാലെ ADGP MR അജിത് കുമാറിന്റെ നീക്കം എന്താകും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ തന്നെയാകും അജിത് കുമാറിന്റെ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് ഈ സസ്പെൻഷനിൽ ആകുന്നത് എന്നതുകൊണ്ട് തന്നെ ആ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ അടയുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അതോടൊപ്പം നമ്മൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അജിത് കുമാറിനെതിരെ കടുത്ത നടപടി വേണം എന്ന KC വേണുഗോപാലിന്റെ നിലപാട്, ആ നിലപാടാണ് ഇത്രയും പെട്ടെന്ന് അജിത് കുമാറിനെതിരായ നടപടിയിലേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ക്യാമ്പുകളിൽ അജിത് കുമാറിനെ സംരക്ഷിക്കരുത് എന്ന ആവശ്യം ശക്തമായിരുന്നു. അതേസമയം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ, അതായത് കൃത്യമായി നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതാ നോക്കൂ, അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ADGP ഓഫീസിൽ വിളിച്ചു വരുത്തി, ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി, അന്വേഷണ റിപ്പോർട്ട് തിരുത്തിച്ചു, കേസ് പറഞ്ഞതുപോലെ തീർക്കണം എന്ന് ഈ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. പോലീസുകാരെ, അതായത് ഈ രക്ഷാപ്രവർത്തനത്തിൽ പോലീസുകാർക്കെതിരെ കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. അങ്ങനെ കുറ്റപ്പെടുത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് പഴിചാരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. അപ്പോൾ അജിത് കുമാറിനെതിരായ കണ്ടെത്തലുകളിൽ നിന്നെല്ലാം കൃത്യമായും സർവീസ് ചട്ടങ്ങൾ അജിത് കുമാർ ലംഘിച്ചു എന്നത് വ്യക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടത്, നമ്മൾ അടുത്ത ഡേറ്റയിലേക്ക് പോകുമ്പോഴാണ്, ഈ അജിത് കുമാർ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള നേതാവ് കൂടിയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോളാർ കേസ്, അവിടെ അജിത് കുമാറിന്റെ പേര് നമ്മൾ കേട്ടു. സ്വർണ്ണക്കടത്ത് കേസ്, അവിടെയും അജിത് കുമാറിന്റെ പേരുണ്ടായിരുന്നു. പൂരം കലക്കൽ, അജിത് കുമാറിന്റെ പേരുണ്ടായിരുന്നു. ഇനി ഇതാ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി, അതിലും പേരുണ്ടായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനം, വലിയ വീട് വെച്ചു സ്ഥലം വാങ്ങി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിലൊക്കെ അജിത് കുമാർ കുറ്റക്കാരനല്ല എന്ന നിലയിലേക്ക് അന്വേഷണ സംഘം എത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ കൂടിയായിരുന്നു അജിത് കുമാർ എന്നതാണ്. അങ്ങനെയുള്ള അജിത് കുമാറിനെ കഴിഞ്ഞ സർക്കാരുകൾ സംരക്ഷിക്കുന്നു. അതുമാത്രവുമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള രക്ഷാപ്രവർത്തനം, ആലപ്പുഴയിൽ നവകേരള മാർച്ചിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെ കരിങ്കൊടി കാണിച്ചപ്പോൾ ആയിരുന്നു പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിക്രൂരമായി ആ യുവാക്കളെ തല്ലിച്ചതച്ചത് എന്നതാണ്. അങ്ങനെ ഒരു അന്വേഷണത്തെ അട്ടിമറിക്കാൻ അജിത് കുമാർ ശ്രമിച്ചു എന്നതാണ്. അവിടെയാണ് ഭരണത്തിലേറുമ്പോൾ ഇതിനുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസും KSUവും എല്ലാം പ്രതീക്ഷിച്ചത്. നമ്മൾ ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്കും വിശദാംശങ്ങളിലേക്കും വരുന്നതിന് മുമ്പ് സജിത്ത്, ഇനിയിപ്പോൾ അജിത് കുമാറിൻ്റെ നീക്കം എന്താകും എന്നതാണല്ലോ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒട്ടേറെ വിവാദങ്ങൾ ഇതിനു മുമ്പും അജിത് കുമാർ ഭാഗമായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു കുലുക്കവും ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴൊക്കെ അജിത് കുമാറിന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ സർക്കാർ ഉണ്ടായിരുന്നു എന്നതാണ് എതിരാളികളുടെ വിമർശനം. ഇവിടെ അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ നിൽക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ, ട്രൈബ്യൂണലിനെ അടക്കം അജിത് കുമാർ സമീപിച്ചാൽ പോലും അത്ര എളുപ്പമാകില്ല അല്ലെങ്കിൽ തനിക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കൽ എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് സൈത്ത്? അഭിലാഷ്, തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അജിത് കുമാറിനായ നടപടിയിൽ ഒന്ന് സാങ്കേതികവും നിയമപരമായും ഒപ്പം തന്നെ സർവീസ് ചട്ടങ്ങളുടെ ഭാഗമായ നടപടി, മറ്റൊന്ന് രാഷ്ട്രീയമാണ്. ഇതിൽ പൊളിറ്റിക്കലി ഇൻവോൾവ് ആയ ഒരു നടപടി ക്രമം കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ആദ്യ വിഷയത്തിലേക്ക് വന്നാൽ, ഒന്ന്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി ഒരു IAS ഉദ്യോഗസ്ഥനെതിരായ അച്ചടക്ക നടപടിയാണ്. സർക്കാരിന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താം നിശ്ചിത കാലയളവിലേക്ക്. അതിനുള്ളിൽ അന്വേഷണം നടക്കണം. അതിനിടയിൽ കൂടുതൽ കുറ്റങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ തിരികെ എടുക്കേണ്ടി വരും. ഇവിടെ അജിത് കുമാറിൻ്റെ കേസിൽ പ്രാധാന്യമുണ്ടാകുന്നത് അദ്ദേഹം മുതിർന്ന IPS ഉദ്യോഗസ്ഥനാണ് എന്ന് മാത്രമല്ല, DGP റാങ്കിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയിരുന്ന ഉദ്യോഗസ്ഥനുമാണ്. ഈ 31-നകം ഒഴിവരുന്ന പുതിയ ഒഴിവിലേക്ക് അദ്ദേഹമാണ് വരേണ്ടിയിരുന്നത്. ഇനിയും അദ്ദേഹത്തിന് 2 വർഷത്തെ കാലാവധിയോളം ബാക്കിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് അവസരമുണ്ട്. അപ്പോൾ ഈ സർക്കാരിലെ പോലീസ് സേനയിലെ പ്രധാനിയായി വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നത്. ഇതിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ഈ നടപടിക്കെതിരെ അജിത് കുമാർ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിന് ഒരുങ്ങുന്നു എന്ന സൂചനയെങ്കിൽ അദ്ദേഹം ഇത് ചോദ്യം ചെയ്യപ്പെടാനാണ് സാധ്യത. ഇതിൽ അജിത് കുമാറിൻ്റെ വാദം ഇങ്ങനെയാണ്. അജിത് കുമാർ പറയുന്നത്, തനിക്കെതിരെ ഉയർന്ന രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്കപ്പുറം ഇതിൽ പരിശോധിക്കപ്പെടുമ്പോൾ താൻ കേസ് അട്ടിമറിച്ചു എന്നതിന് യാതൊരു തെളിവുകളുമില്ല എന്നതാണ്. പോലീസിൻ്റെ ആദ്യവട്ട അന്വേഷണങ്ങളിലും
അത്തരം ചില കണ്ടെത്തലുകളിലേക്ക് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും അജിത് കുമാറിൻ്റെ വാദം അദ്ദേഹം ഈ സമയം യാത്രയിലായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ DGP രണ്ടാമത് നടത്തിയ അന്വേഷണത്തിന് ഒടുവിൽ നൽകിയ റിപ്പോർട്ടിലാണിപ്പോൾ ഈ തരത്തിൽ കൂടി കാര്യങ്ങൾ വരികയും ഒടുവിൽ അത് നടപടിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. അവിടെ 2-3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഇതിൽ പോലീസ് തലപ്പത്ത് തന്നെ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അജിത് കുമാറിനെതിരെ ആവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗ്രത കാട്ടൽ ഉണ്ടായി എന്ന ആക്ഷേപമുണ്ട്. കാരണം DGP ആദ്യം നൽകുന്ന റിപ്പോർട്ടിൽ അങ്ങനെ അജിത് കുമാറിനെതിരായ പരാമർശം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് വീണ്ടും SIT ടീമിനോട് വീണ്ടും റിപ്പോർട്ട് നൽകാൻ പറയുന്നു. പുതിയ SIT ടീം ഒരു ദിവസം കൊണ്ട് തന്നെ റിപ്പോർട്ട് നൽകുന്നു. ഒടുവിൽ ആ റിപ്പോർട്ടാണ് ഇപ്പോൾ കറങ്ങി ആഭ്യന്തരമന്ത്രിയുടെ അടുത്തെത്തുകയും ഇന്നലെ അത് നടപടി പ്രഖ്യാപനത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചില നടപടിക്രമങ്ങളുടെ പിഴവടക്കമുള്ള വിഷയങ്ങൾ അജിത് കുമാർ ആരോപിക്കപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ ആ തുടർ നീക്കം എന്താ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ 2 കാര്യങ്ങൾ ഉണ്ടാവുന്ന. ഒന്ന്, അജിത് കുമാർ സർക്കാരിനെതിരെ അങ്ങനൊരു നീക്കം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളിൽ നടത്താൻ തയ്യാറായെങ്കിൽ അത് ഈ ഉദ്യോഗസ്ഥനുമായുള്ള ഏറ്റുമുട്ടലിന് വഴിയൊരുക്കുകയും അജിത് കുമാറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറുകയും ചെയ്യുന്നു എന്ന സാഹചര്യം ഉണ്ടാക്കും. രണ്ടാമത് നമ്മൾ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ അജിത് കുമാറിനെതിരെ നടപടി എടുക്കണമെന്നത് കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഒരു പൊതു നിലപാടായിരുന്നു. മുൻ സർക്കാർ സംരക്ഷിച്ചു നിർത്തിയിരുന്ന അവരുടെ വിശ്വസ്തനെന്ന് കരുതപ്പെട്ട ഉദ്യോഗസ്ഥൻ UDF കാലത്ത് വരുമ്പോൾ മാറ്റി നിർത്തുക, നടപടിയെടുക്കുക എന്ന സ്വാഭാവിക കാര്യമുണ്ടാവണം. പക്ഷേ സർക്കാർ 2 മാസം പിന്നിടുമ്പോഴും ഇക്കാര്യത്തിൽ നടപടി വൈകുന്നതിൽ വലിയ അതൃപ്തികൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്ന സൂചനകൾ പ്രകാരം മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഈ ഉദ്യോഗസ്ഥനെതിരായ നടപടി തിടുക്കപ്പെട്ട് വേണ്ട എന്ന നിലപാട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നടപടി വൈകുന്നതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി മറുവശത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ KC വേണുഗോപാലിൻ്റെയൊക്കെ ഒരു കടുത്ത സമ്മർദ്ദം ഇതിൻ്റെ പ്രതിഫലമായി ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം KSU, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ പൊതുവിഭാഗങ്ങളുടെ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ആ സമ്മർദ്ദം സർക്കാരിന് മേലുണ്ടാവുകയും ഒടുവിൽ നടപടിയിലേക്ക് എത്തിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും അവിടെ സജിത്ത് ഈ സൂചിപ്പിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഒരുപക്ഷെ KC വേണുഗോപാൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ മുൻ മുഖ്യമന്ത്രിയുടെ ആ രക്ഷാപ്രവർത്തനം അടക്കം ആളുകൾ വിലയിരുത്തിയിരുന്നു. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് ഇപ്പോഴത്തെ ഈ സർക്കാർ എന്ന് KC വേണുഗോപാൽ പറഞ്ഞു വെച്ച സാഹചര്യം. മാത്രമല്ല, ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യ പ്രതികരണങ്ങളിലൊന്നായിരുന്നു തങ്ങളുടെ പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് നടപടിയൊന്നും മറക്കാനാകില്ല എന്നുള്ളത്. പക്ഷേ അവിടെയും ഒരു പുനരന്വേഷണത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായി നിയമത്തിൻ്റെ കൂട്ടുപിടിച്ചിരുന്നു മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് കോടതി തന്നെ ഈ വിഷയത്തിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ഇതിലൊരു പുനരന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. പക്ഷേ LDF സർക്കാർ ആ കോടതി ഉത്തരവ് മരവിപ്പിച്ച് നിർത്തി, അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുനരന്വേഷണം എന്നുള്ളതായിരുന്നു. അതിനുശേഷം ഒരു നടപടിയിലേക്ക് പോകണമെങ്കിൽ അവിടെയും കൃത്യമായ നിയമപരമായ പിന്തുണ ഉറപ്പാക്കാനാണോ സർക്കാർ ശ്രമിച്ചത്? കാരണം നമുക്കറിയാമല്ലോ സജിത്ത്, ഈ TP സെൻകുമാറിനെ പോലെയൊക്കെയുള്ള ആളുകൾ, ഉന്നത ഉദ്യോഗസ്ഥർ നിയമപരമായി പോരാടുകയും സർക്കാരിനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് ഉന്നത പദവിയിൽ DGP ആയൊക്കെ സേവനമനുഷ്ഠിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. അത് തുടരാനൊന്നും സാധിച്ചില്ല, അല്ലെങ്കിൽ ദിവസങ്ങളായിരിക്കാം. എങ്കിൽ പോലും ആ ഒരു പോരാട്ടത്തിൽ സർക്കാർ പരാജയപ്പെട്ടു പോയ ഇന്നലകളുണ്ട്. അപ്പോൾ അതിനുകൂടി അവസരം നൽകാതിരിക്കുവാനുള്ളൊരു ശ്രമമാണോ ഉണ്ടായത് ആഭ്യന്തര വകുപ്പിൻ്റെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്ന്? കാരണം വാർത്താ സമ്മേളനത്തിൽ VD സതീശനോട് ചോദിക്കുമ്പോൾ VD സതീശൻ പറഞ്ഞത്, നിങ്ങൾ കാത്തിരുന്ന് കണ്ടുകൊള്ളൂ, എന്തായിരിക്കും ഈ അജിത് കുമാറിനെതിരെ സ്വീകരിക്കാൻ പോകുന്നത്, സംരക്ഷിക്കുകയാണോ അല്ലെങ്കിൽ DGP ആയി സ്ഥാനക്കയറ്റം നൽകുകയാണോ, മറ്റെന്തെങ്കിലും ആകുമോ? ഇതായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നേരത്തെ വന്നത്. അഭിലാഷ്, അതാണ്, അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളോട് എത്ര കണ്ട് ചോദ്യം ചേർന്ന് പോവാൻ ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ, ഭരണത്തിൻ്റെ ഭാഗമാവുമ്പോൾ കഴിയുമെന്ന ചോദ്യമാണ്. ഇവിടെയും VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നതും അതുതന്നെയാണ്. ഒരു ഉദ്യോഗസ്ഥനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് നിലപാടെടുക്കാൻ ഒരു മന്ത്രിക്കും സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആർക്കും കഴിയില്ല. കാരണം അയാൾ കൂടി സർക്കാരിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ ചില നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്, നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, പുറത്തുനിന്ന് ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ അതേപടി ആവണമെന്നതില്ല. ഒരുപക്ഷെ അധികാരത്തിൻ്റെ ഭാഗമാവുമ്പോൾ അവർക്കുണ്ടാകുന്ന പുതിയ ബോധ്യങ്ങൾ, അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ഇതിൽ പ്രതിഫലിക്കുക. എന്തായാലും അജിത് കുമാറിന് സർക്കാർ ഒരു സംരക്ഷണം രാഷ്ട്രീയ തലത്തിൽ ഒരുക്കി എന്നതിന് പുതിയ ആക്ഷേപങ്ങളോ തെളിവുകളോ മുന്നോട്ട് വയ്ക്കാനില്ല. അത് ചില ആരോപണങ്ങൾ കോൺഗ്രസ് തലത്തിൽ ഉയർന്നെങ്കിൽ കൂടിയും ഇപ്പോൾ അത് നടപടിയായി മാറുകയാണ്. ആ നടപടിക്ക് പിന്നിൽ പല പാർട്ടിയിലെ സമ്മർദ്ദം തന്നെ ഉണ്ടായി എന്ന മറ്റൊരു വസ്തുത പുറത്തുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ആഭ്യന്തര വകുപ്പിലെ പ്രത്യേകിച്ച് പോലീസ് തലപ്പത്തെ
നേരത്തെ പലർക്കും അജിത് കുമാറിനോട് വലിയ മമതയുണ്ട്. അദ്ദേഹം പോലീസ് സേനയിലെ പ്രധാനിയാണ്. അത് സ്വാഭാവികമായും പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരായ നടപടി എന്ന രീതിയിലേക്കപ്പുറം DGP തലത്തിലേക്ക് ഉയർന്നു വരേണ്ട, അതായത് ഭാവിയിൽ സംസ്ഥാന പോലീസ് മേധാവി പോലും ആവാൻ സാധ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരായ അച്ചടക്ക നടപടി കൂടിയായി ഇത് മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പീക്കിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു നടപടി വരുന്നത്. അപ്പോൾ ഈ സസ്പെൻഷന് ഒരു കാലാവധി ഉണ്ടാവും. ആ കാലാവധിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരായ കുറ്റം തെളിയിക്കപ്പെടണം, അല്ലെങ്കിൽ തിരിച്ചെടുക്കേണ്ടി വരും. ഇതാണ് ആ ഉദ്യോഗസ്ഥന് മുന്നിൽ ഉണ്ടാവുന്ന സാഹചര്യം. ഇതിനെ ചലഞ്ച് ചെയ്യാൻ അജിത് കുമാർ തീരുമാനിച്ചാൽ, ഇപ്പോൾ സർക്കാർ ഒരു മുഖം രക്ഷിക്കലാണ് ഈ നടപടിയിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി തൽക്കാലം വഴങ്ങിക്കൊടുക്കുക, അതിനപ്പുറം ആ കാലാവധിക്ക് ശേഷം തിരികെ വരിക എന്ന് അജിത് കുമാർ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം നടപടിയിലേക്ക് കടന്നേക്കില്ല. അതല്ലെങ്കിൽ അജിത് കുമാർ സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യപ്പെടും. കാരണം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിനാണിപ്പോൾ വെല്ലുവിളി ഉണ്ടാവുന്നത്. കാരണം സസ്പെൻഷൻ അദ്ദേഹത്തിന് സ്വാഭാവികമായും പ്രമോഷൻ സാധ്യതകളെ ബാധിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയായി മാറുന്നത്. അതിൽ കൂടിയാണ് തീരുമാനം അറിയാനുണ്ടാവുന്നത്. എന്തായാലും അജിത് കുമാർ ഒരു നിയമ നടപടിക്ക് ഒരുങ്ങിയാൽ അത് സർക്കാരിൻ്റെ വാദങ്ങൾ കോടതിയിൽ നിന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ തിരിച്ചടി, ഇപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ നേട്ടമായി അവകാശപ്പെടുന്ന സർക്കാരിന് അത് സ്വാഭാവികമായ തിരിച്ചടിയായി മാറുകയും ചെയ്യും. യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അജിത് കുമാറിന് മുന്നിൽ നിയമപരമായ വഴികളുണ്ട്. ആ നിയമപരമായ വഴികൾ അജിത് കുമാർ തേടുമോ? പ്രത്യേകിച്ച് DGP എന്ന നിലയിൽ സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ സസ്പെൻഷനിലേക്ക് പോകുന്നത്. അതോടുകൂടി ആ വഴി അടയുന്ന സാഹചര്യമുണ്ട്. അവിടെ അജിത് കുമാറിന് മുന്നിലുള്ളത് നിയമപരമായ വഴി തന്നെയാണ്. ട്രിബ്യൂണലിനെ അടക്കം സമീപിക്കുക എന്നത് മാത്രമാണ് അവിടെ ഒരു പോംവഴി. അതിലേക്ക് അജിത് കുമാർ കടക്കുമോ? ഒപ്പം ഇതിൻ്റെ രാഷ്ട്രീയം കൂടി പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ആണ് TG സജിത് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.